ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചൂര മീനിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. അതിന് കുറച്ച് ചൂര മീൻ ഇവിടെ എടുത്തു. അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില എന്നിവ ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കത് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. അതിടുമ്പോൾ മീനൊന്നും നല്ലപോലെ പൊടിയാതെ ഇരുന്നോളും. പിന്നെ മുളകും പൊടി, പിന്നെ മറ്റേ മീൻ മസാലപ്പൊടിയും പിന്നെ കാശ്മീർ മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുരുമുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തു. ശകലം എള്ളെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എള്ളെണ്ണ എന്ന് പറഞ്ഞാൽ നല്ലെണ്ണ. അത് നല്ലപോലെ കൂട്ടി യോജിപ്പിച്ചു. ഇനി നമ്മളൊരു ചീഞ്ചട്ടി അടുപ്പേ വെച്ചു. അതൊന്ന് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അടുപ്പേ തന്നെയാണ് വറുത്ത് കോരിയെടുക്കുന്നത്. നല്ലെണ്ണയിൽ തന്നെയാണ് കേട്ടോ വറുക്കുന്നതും. അപ്പോൾ അച്ചാർ കേടാകാതിരിക്കും. മീനുകളെല്ലാം ഇട്ട് കൊടുത്തു. അതിനകത്തേക്ക് ചേർക്കാൻ കരിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. ഇനി നമുക്കിതെല്ലാം ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. എല്ലാം മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. മരം മുറിക്കുന്ന മെഷീൻ്റെ ഒച്ചയാണ് കേൾക്കുന്നത്. എല്ലാം വറുത്ത് കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉലുവ വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ശകല ഉലുവ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശകല ഉലുവ വറുത്തെടുത്തു. നല്ലതുപോലെ ഒന്നും ആയിട്ട് വേണം അത് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ചട്ടിക്കകത്ത് വേറൊരു ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചു കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിനുള്ള മസാല തയ്യാറാക്കണം. ഇഞ്ചി ഇട്ട് കൊടുത്തു, വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ചതിനകത്തേക്ക് ഇട്ടു. കരിവേപ്പില, വത്തൽമുളകാണ് കേട്ടോ. ഒരു 3-4 വത്തൽമുളക്, കരിവേപ്പില ഇട്ട് കൊടുത്തു. നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് അതിനകത്തേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിനകത്തേക്ക് സാദാ മുളകും പൊടിയും കാശ്മീർ മുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവേ. ഒത്തിരി തീ കൂട്ടി വെക്കരുത്. ചെറിയ തീയിലേ വേവിക്കാവുള്ളൂ. ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. വിനാഗിരി പറഞ്ഞാൽ സുർക്ക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. നമുക്കൊരു ശകലം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കടുകും ഉലുവയും വറുത്ത് പൊടിച്ചായിട്ട് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് അതിനകത്തേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് തീ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരപ്പ് തിളച്ചതോടുകൂടി തീ ഓഫാക്കി. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മളുടെ മീനച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ.